ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ ടി സിദ്ദിഖിന് തിരുവമ്പാടി സീറ്റ് ഉറപ്പിക്കാൻ കോൺഗ്രസ് കരുനീക്കം. ലീഗിനെ സമ്മർദ്ദത്തിലാക്കി സീറ്റ് നേടാനാണ് കോൺഗ്രസ് കരുനീക്കം. കുഞ്ഞാലിക്കുട്ടിക്കെതിരായ കത്ത് പുറത്തുവിട്ടത് ഉമ്മൻചാണ്ടി ക്യാമ്പാണെന്നും സൂചന. കൂടുതൽ പി വി കുട്ടൻ ചേർന്നുണ്ട്. കുട്ടൻ, കുറച്ച് ദിവസങ്ങളായി തിരുവമ്പാടി വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സിദ്ദിഖുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി പുറത്തുവരുന്നത്. എങ്ങനെയാണ് ആ കരുനീക്കങ്ങളെ കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? സൗമ്യ, തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഡെവലപ്മെന്റുകൾ തുടരുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ സംഭവവികാസങ്ങൾ തിരുവമ്പാടി സീറ്റുമായി ഉണ്ടാകുന്നു. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തിരുവമ്പാടി മാറിയിരുന്നു. ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ ഈ തിരുവമ്പാടി മണ്ഡലം കോൺഗ്രസിന് ലഭിക്കണമെന്ന് കഴിഞ്ഞ കുറെ നാളുകളായി കോൺഗ്രസ് നേതാക്കളുടെ അത്തരമൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതിനെ മുന്നോടിയായി താമരശ്ശേരി രൂപതയെയും അതുപോലെ തന്നെ മലയോര വികസന സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയും മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് തന്നെയാണ് ഈ കരുനീക്കങ്ങളെല്ലാം നടത്തിയത്. ആദ്യഘട്ടം എന്നോണം നമുക്കറിയാം, മുസ്ലിം ലീഗ് വളരെ നേരത്തെ തന്നെ തങ്ങളുടെ 20 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഒരു സീറ്റായിരുന്നു തിരുവമ്പാടി. ആ തിരുവമ്പാടി സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ സിറ്റിംഗ് MLA മാറ്റിക്കൊണ്ട് കൊടുവള്ളിയിലെ MLA അങ്ങോട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ വന്നത്. മലയോര വികസന സമിതിയുടെ ഭാരവാഹികളും താമരശ്ശേരി രൂപതയുടെ അധികൃതരും രൂപതയുടെ ഭാരവാഹികളും ചേർന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് തിരുവമ്പാടി സീറ്റ് തങ്ങൾക്ക് കൂടി അനുയോജ്യമായ അല്ലെങ്കിൽ തങ്ങൾക്ക് കൂടി സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഈ ആവശ്യത്തിൽ അനുഭാവപൂർണമായ പരിഗണന നൽകാമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. എന്നാൽ ആ ഘട്ടത്തിൽ ഈ തന്ത്രം നേരത്തെ തന്നെ മനസ്സിലാക്കിയ കോൺഗ്രസിലെ തന്ത്രം നേരത്തെ തന്നെ മനസ്സിലാക്കിയ മുസ്ലിം ലീഗ് തങ്ങളുടെ തീരുമാനത്തിൽ നിന്നും ഒരു കാരണവശാലും പിറകോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചു. ആ ഘട്ടത്തിലാണ് നേരത്തെ 2011 PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകിയ ഒരു കത്ത് കോൺഗ്രസ് തന്നെ പുറത്തുവിട്ടത്. ഈ കത്തിൽ ഇന്നലെ ആണ് ആ കത്ത് പുറത്തു വന്നത്. ആ കത്തിൽ പറയുന്നത് ഈ തിരുവമ്പാടി സീറ്റ് 2016 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിട്ടു നൽകാം എന്ന തരത്തിലായിരുന്നു ആ കത്തിനകത്തുണ്ടായിരുന്ന ഉള്ളടക്കം. ഇതാണ് പൊതുവിലുണ്ടായ ഈ തിരുവമ്പാടി മണ്ഡലവുമായി ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഏറ്റവും ചുരുക്കം രീതിയിൽ വിശദീകരിക്കാൻ പറ്റുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ നീക്കങ്ങൾ നമ്മുടെ മുന്നിലേക്ക് അറിവായിരിക്കുന്നത്. നേരത്തെ തന്നെ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്ത് KSUവിന്റെ പ്രസിഡന്റ് ജോയിയെ മത്സരിപ്പിക്കാൻ VS ജോയിയെ മത്സരിപ്പിക്കാനാണ് ഈ സീറ്റ് പിടിച്ചെടുക്കുന്നത് എന്നതായിരുന്നു പൊതുവിലുണ്ടായ ഒരു ധാരണ. അതുകൊണ്ട് തന്നെയാണ് താമരശ്ശേരി രൂപതയും കോൺഗ്രസിന്റെയും നീക്കങ്ങൾക്ക് വലിയ സഹായം നൽകിയത്. എന്നാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മനസ്സിനകത്ത് VS ജോയി അല്ല എന്നും അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തനായ ടി സിദ്ദിഖാണ് ഈ തിരുവമ്പാടി സീറ്റിലേക്ക് അദ്ദേഹം നിയോഗിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ സംഭവ വികാസങ്ങളുടെ ഗൗരവം ഒന്നുകൂടി വർദ്ധിക്കുന്നതാണ് ആ കാര്യം. പ്രത്യേകിച്ച് നമുക്കറിയാം, ടി സിദ്ദിഖ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്. പല ഘട്ടങ്ങളിലും പല കേസുകളുടെ ഘട്ടങ്ങളിൽ പോലും സിദ്ദിഖിന് വലിയ ഒരു പ്രൊട്ടക്ഷൻ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഷുവർ സീറ്റ് അല്ലെങ്കിൽ ഒരു നല്ല സീറ്റ് എന്നത് സിദ്ദിഖിന് ഉറപ്പാക്കുക എന്നത് തന്നെ മുഖ്യമന്ത്രിക്ക് പ്രയോറിറ്റി ആകും. ഈ ഒരു സാഹചര്യത്തിൽ പൊതുവിൽ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ലീഗിന്റെ നിലപാട്? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തന്നെ കുഞ്ഞാലിക്കുട്ടി ലിറ്ററിനെ സംബന്ധിച്ചൊക്കെ പ്രതികരിച്ചിരുന്നു. ലീഗിന്റെ ഈ ഒരു ഘട്ടത്തിൽ ലീഗ് തീരുമാനം മാറ്റാനുള്ള സാധ്യത ഏതെങ്കിലും തരത്തിലുണ്ടോ? മറ്റ് ചർച്ചകളൊക്കെ എങ്ങനെയായിരിക്കും? സൗമ്യ, ഇത് രണ്ടു തരത്തിലാണ് ബാധിക്കുക. നേരത്തെ ലീഗും കോൺഗ്രസും തമ്മിലുള്ള അടിയായിരുന്നു ഈ തിരുവമ്പാടി മണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിനകത്ത് തന്നെ ഇത് സംബന്ധിച്ച വലിയ തർക്കങ്ങൾ ഉടലെടുക്കുമെന്നുള്ളതാണ്. കാരണം KSU പ്രസിഡന്റ് VS ജോയി, അതുപോലെ തന്നെ കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബു തുടങ്ങിയവരൊക്കെ ഈ സീറ്റിൽ കണ്ടുവച്ചവരാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ടി സിദ്ദിഖിനെ മുൻനിർത്തിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഒരു നീക്കം വളരെ അമ്പരപ്പാണ് ഇവരൊക്കെ ഉളവാക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഗ്രൂപ്പ് നേതാക്കൾ തന്നെ ഇത്തരമൊരു സൂചനയാണ് നൽകുന്നത്. കാരണം ഒരു ഘട്ടത്തിലും ഇത്തരം ഒരു പേര് വരുന്ന കേട്ടിട്ടില്ല. വളരെ അവിചാരിതമായി അപ്രതീക്ഷിതമായി ഈ പേര് സിദ്ദിഖിന്റെ പേര് വരുന്നു വരികയാണ്. നമുക്കറിയാം, സോളാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പ്രതിരോധത്തിലായ ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന്റെ വിശ്വസ്തന്മാർ എന്ന് കരുതിയിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം ചില ഘട്ടങ്ങളിലെങ്കിലും ചുവടുമാറ്റിയപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള എല്ലാ സംരക്ഷണവും ഒരുക്കിയത്, അദ്ദേഹത്തിന് വേണ്ടി ചാനൽ ചർച്ചകളടക്കം വീറോടെ പൊരുതിയതും ടി സിദ്ദിഖായിരുന്നു. അതുകൊണ്ട് തന്നെ ടി സിദ്ദിഖിന് ഒരു സുരക്ഷിത സീറ്റ് ലഭ്യമാക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് ആഗ്രഹമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് വിജയസാധ്യതയില്ലാത്ത കാസർഗോഡായിരുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്നത്. അതുകൊണ്ട് നിയമസഭാ സീറ്റിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു നല്ല സീറ്റ് നൽകണമെന്നൊരു ആലോചന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിദ്ദിഖിന്റെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ മൂലം അദ്ദേഹത്തിന്റെ KPCC ഭാരവാഹിത്വവും നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിലേക്ക് പരിഗണിക്കാനുള്ള ഒരു ആലോചന തന്നെയാണ് ഉമ്മൻചാണ്ടി നടത്തുന്നത്.
എന്നാൽ ഇതിനെ കോഴിക്കോട്ടെ എ ഗ്രൂപ്പ് നേതൃത്വം എങ്ങനെ നോക്കിക്കാണുമെന്നത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ DCC പ്രസിഡന്റ് KC അബു ഉൾപ്പെടെയുള്ള വലിയ ഒരു സീറ്റ് മോഹികളുടെ നിര തന്നെ കോഴിക്കോട്ടുണ്ട്. സൗമ്യ, അവിടെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടൊപ്പം തന്നെ പ്രാദേശിക ലീഗ് നേതാക്കളുടെയൊക്കെ നിലപാട് എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ സീറ്റ് ലീഗിന് പോയാലും ഒരു പക്ഷേ പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും ഭീതിയുണ്ടോ? ഇനി എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുക? നമുക്ക് ലഭ്യമായുള്ള വിവരം അനുസരിച്ച് സമവായത്തിന്റെ ഒരു അവസാന കണിക പോലും അസ്തമിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന ലീഗ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. കാരണം വളരെ രഹസ്യമായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിക്ക് നൽകിയ കത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ, കോൺഗ്രസിലെ A വിഭാഗം നേതാക്കൾ, അതുപോലെ തന്നെ മലയോര വികസന സമിതിയുടെ നേതാക്കളെല്ലാം കൂടി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് വലിയ പ്രതിഷേധമാണ് ലീഗ് കേന്ദ്രങ്ങളിൽ ഉണ്ടായത്. അത് ലീഗ് നേതാക്കളുടെ വാക്കുകൾ തന്നെ വ്യക്തമാണ്. ഈ ഒരു കത്ത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ പല കത്തുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തുവിടാമല്ലോ എന്ന ഒരു ധ്വനിയാണ് ലീഗിന്റെ നേതാക്കൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഒരുപക്ഷെ ഒരു പുനർചിന്തനം നടത്തിയാലോ എന്നൊരു ആലോചന ഉണ്ടായിരുന്നു. എന്നാൽ കോഴിക്കോട് ജില്ലാ നേതൃത്വം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. ഇനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോഴിക്കോട് ഈ സീറ്റ് വിട്ടു നൽകില്ല എന്ന കോഴിക്കോട് ജില്ലാ ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ പിന്നിൽ സംസ്ഥാന നേതൃത്വവും അടിയുറച്ചു നിൽക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. സൗമ്യ, കുട്ടനാട് വിവരങ്ങൾ നൽകിയത്. തിരുവമ്പാടി സീറ്റ് നേരത്തെ മുതൽക്ക് തന്നെ ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു തർക്കം ഉടലെടുത്തിരുന്നു. ഈ സാഹചര്യത്തിൽ സിദ്ദിഖിന് ആ സീറ്റ് നൽകാനുള്ള നീക്കം എ ഗ്രൂപ്പിൽ തകൃതിയായി നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മറ്റു വാർത്തകളിലേക്ക്. കൊല്ലത്ത് ലീഗിനെതിരെ RSPയുടെ പോസ്റ്റർ. ലീഗ് നേതാവ് യൂനുസ് കുഞ്ഞ് നയവഞ്ചകനെന്ന് പോസ്റ്റർ. യൂനുസ് കുഞ്ഞിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും പോസ്റ്റർ. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, പൊതുവിൽ RSPയുടെ നിലപാട് നിലവിലെ സാഹചര്യത്തിലൊക്കെ ഒന്ന് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ലീഗിനെതിരായി റിജി യൂനുസ് കുഞ്ഞിനെതിരായ ഒക്കെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്? RSP നേതാവ് അസീസ് കവലച്ചട്ടമ്പിയാണെങ്കിൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് യൂനുസ് കുഞ്ഞ് നയവഞ്ചകനാണ് എന്നാണ് പോസ്റ്ററിലെ ആരോപണം. RSPയുടെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. നിലവിൽ അസീസിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും പോസ്റ്ററുകൾ ഇരവിപുരം മണ്ഡലത്തിൽ വ്യാപകമായിരുന്നു. ഒരുപക്ഷെ അതിന് പ്രതികാരം എന്ന നിലയിലായിരിക്കും, തിരിച്ചടി എന്ന നിലയിലായിരിക്കാം കൊല്ലം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. UDF-ൽ നിന്ന് ലീഗിനെ പുറത്താക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമാവുകയാണ്. ഇരവിപുരം സീറ്റ് എന്ന് പറയുന്നത് ഉറപ്പായും അസീസിന് ഒരു ബാലികറ മല തന്നെ ആയിരിക്കും. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ഒരു ഹാട്രിക് എന്ന ലക്ഷ്യത്തിലേക്ക് പോകുന്ന അസീസിനെ സംബന്ധിച്ച് ഇരവിപുരം സീറ്റ് ഇപ്പോൾ സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ഒരുപക്ഷെ ഈ ലീഗിന് ജില്ലയിൽ മറ്റെവിടെങ്കിലും സീറ്റ് കൊടുത്താൽ പോലും അസീസ് എന്ന സ്ഥാനാർത്ഥിയെ ഉൾക്കൊള്ളാൻ ഇരവിപുരം മണ്ഡലത്തിലെ ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ലീഗ് അനുഭാവികളായിട്ടുള്ളവർ വോട്ടർമാരാരും തയ്യാറാകില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത്രമാത്രം ഇവരുടെ ബന്ധം വഷളായിരിക്കുകയാണ്. ഇനി UDF ഇടപെട്ട് ഇവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പിൽ എത്തിച്ചാൽ പോലും മാനസികമായി രണ്ട് ധ്രുവങ്ങളിലേക്ക് ലീഗും RSPയും എത്തിക്കഴിഞ്ഞു. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം തെക്കൻ കേരളത്തിൽ ലീഗിനെ തകർക്കാനുള്ള നീക്കം കോൺഗ്രസ് നടത്തുമ്പോൾ ആ കോൺഗ്രസിന് സർവ്വ പിന്തുണയുമായി RSP രംഗത്തുണ്ട്. UDF-ൽ കൊല്ലം ജില്ലയിൽ UDF-ൽ രണ്ടാമത്തെ പാർട്ടിയായിട്ടാണ് ലീഗ് അറിയപ്പെട്ടിരുന്നത്. RSPയുടെ കടന്നുവരവ് ആ രണ്ടാം സ്ഥാനം ലീഗിന് നഷ്ടപ്പെടുത്തി RSPയെ പ്രതിഷ്ഠിക്കാനുള്ള കോൺഗ്രസിന്റെ ഒരു ഗൂഢനീക്കം കൂടി ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് ലീഗ് എന്ന ഒരു പാർട്ടിയോടുള്ള ഇതല്ലെങ്കിൽ പോലും ജില്ലയിലെ ലീഗ് നേതാക്കന്മാരോടുള്ള പ്രത്യേകിച്ച് എ ഗ്രൂപ്പിന്റെ ഒരു ശത്രുതയും വൈരാഗ്യവുമാണ് ഈ തരത്തിലേക്കുള്ള വലിയ ഒരു പോരിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ ജില്ലയിലെ UDF നേതൃത്വം ഇതിൽ ഇടപെടാനോ അല്ലെങ്കിൽ ചർച്ചയ്ക്കോ തയ്യാറായിട്ടില്ല. UDF യോഗങ്ങൾ പോലും ലീഗ് നേതാക്കളും RSP നേതാക്കളും പരസ്പരം ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. UDF-ലെ സീറ്റ് വിഭജനം കീറാമുട്ടിയായി തുടരുന്നു. കേരള കോൺഗ്രസ് മാണി ജേക്കബ് വിഭാഗങ്ങളുമായും ജനതാദൾ യുണൈറ്റഡുമായും കോൺഗ്രസ് നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾ പരാജയപ്പെട്ടു. ഘടകകക്ഷികൾക്ക് അധിക സീറ്റുകൾ നൽകാനാവില്ലെന്ന നിലപാടിൽ ഉറച്ച് കോൺഗ്രസ് നിന്നതോടെയാണ് ചർച്ചകൾ അലസിയത്. കേരള കോൺഗ്രസ് മാണി, കേരള കോൺഗ്രസ് ജേക്കബ്, ജനതാദൾ യുണൈറ്റഡ് എന്നീ കക്ഷികളുമായി കോൺഗ്രസ് നടത്തിയ സീറ്റ് വിഭജന ചർച്ചകളാണ് പരാജയപ്പെട്ടത്.
കഴിഞ്ഞ തവണ മത്സരിച്ച 15 സീറ്റുകൾക്ക് പുറമെ 3 സീറ്റുകൾ അധികം വേണമെന്ന മാണി വിഭാഗത്തിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചില്ല. മാത്രമല്ല, കേരള കോൺഗ്രസിൽ നിന്നും പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകൾ കോൺഗ്രസ് തിരികെ ആവശ്യപ്പെട്ടു. എന്നാൽ പേരാമ്പ്ര, ആലത്തൂർ, തളിപ്പറമ്പ് എന്നീ സീറ്റുകളിലല്ലാതെ വെച്ചുമാറലിന് പോലും തയ്യാറല്ലെന്ന് കേരള കോൺഗ്രസും നിലപാടെടുത്തു. ഇതോടെയാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. അങ്കമാലി അടക്കം 4 സീറ്റുകളെന്ന കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ ആവശ്യവും കോൺഗ്രസ് അംഗീകരിച്ചില്ല. അങ്കമാലി നൽകാനാവില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. അതേസമയം അങ്കമാലി കോൺഗ്രസിന് വിട്ടു നൽകില്ലെന്ന് പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂർ വ്യക്തമാക്കി. അങ്കമാലി സീറ്റിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാർട്ടിക്ക് കഴിയില്ല. 4 സീറ്റ് ഞങ്ങൾ അവകാശപ്പെട്ടു, അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ 3 സീറ്റിൻ്റെ കാര്യത്തിൽ പുറകോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. 4 വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പുതുതായി 1 സീറ്റടക്കം മൊത്തം 8 സീറ്റുകൾ വേണമെന്ന ജനതാദൾ യുണൈറ്റഡിന്റെ ആവശ്യവും കോൺഗ്രസ് ചെവിക്കൊണ്ടില്ല. പല സീറ്റുകളും വെച്ചുമാറണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെടാതിരുന്നതോടെ ചർച്ച വഴിമുട്ടി. ഞങ്ങൾ ഇന്ന് സീറ്റിൻ്റെ കാര്യം സംസാരിച്ചത് അത് മുഴുവൻ തീരുമാനങ്ങളായിട്ടില്ല. അതേസമയം കുന്നംകുളം സീറ്റ് നൽകാമെന്ന് CMPക്ക് കോൺഗ്രസ് ഉറപ്പ് നൽകി. എന്നാൽ മൊത്തം 3 സീറ്റുകൾ വേണമെന്ന CMPയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. KPCC അധ്യക്ഷൻ VM സുധീരൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരാണ് ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയത്. ആർക്കും അധിക സീറ്റുകൾ നൽകേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കവേ വരും ദിവസങ്ങളിലെ സീറ്റ് വിഭജന ചർച്ചകളും സങ്കീർണമാവും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസിന്റെ പിളർപ്പോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ UDF നേതൃത്വം. കേരള കോൺഗ്രസ് മത്സരിക്കുന്ന തിരുവല്ല മണ്ഡലത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും സാധിക്കുമോ എന്ന സംശയത്തിലാണ് UDF. അതിനിടെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ UDF ഘടകകക്ഷികൾക്ക് നൽകിയ ഏക സീറ്റാണ് തിരുവല്ല. കേരള കോൺഗ്രസ് M ആണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ സീറ്റിൽ മത്സരിക്കുന്നതും. ഇത്തവണ ജോസഫ് M പുതുശ്ശേരിയായിരുന്നു മത്സരത്തിന് തയ്യാറായത്. അതിനിടയിലാണ് കോൺഗ്രസ് M പിളർന്നതും. ജില്ലയിൽ നല്ലൊരു വിഭാഗം പ്രവർത്തകരും നേതാക്കളും ഫ്രാൻസിസ് ജോർജിനോടൊപ്പം ചേർന്നു. ഈ ഒരു സാഹചര്യത്തിൽ തിരുവല്ല മണ്ഡലത്തിൽ കേരള കോൺഗ്രസിന് വലിയ ഒരു പരാജയം നേരിടേണ്ടി വരുമെന്നാണ് UDF കണക്കുകൂട്ടൽ. അതിനിടെ തിരുവല്ല മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു. കാലങ്ങളായി ഇടതുപക്ഷം വിജയിക്കുന്നിവിടെ ഇത്തവണ ഈ പ്രത്യേക സാഹചര്യത്തിൽ ജോസഫ് M പുതുശ്ശേരി മത്സരിക്കുമോ എന്നത് ഏവരും ഉറ്റുനോക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. അരൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അവഗണിച്ച് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാനുള്ള KPCC നീക്കത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ പ്രതിഷേധം ശക്തം. കഴിഞ്ഞ തവണ 15,000-ലധികം വോട്ടുകൾ വാങ്ങി പരാജയപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ ഒഴിവാക്കണമെന്ന പരാതി നിലനിൽക്കുന്നതിനിടെയാണ് പുതിയ നീക്കം നടക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസ് പട്ടിക പൂർത്തിയാകും മുൻപ് തന്നെ കോൺഗ്രസിനുള്ളിൽ തർക്കം രൂക്ഷമാകുന്നു. ജില്ലയിലെ 9 സീറ്റുകളിൽ 5 മാത്രമാണ് കോൺഗ്രസിന്റെ പുതിയ സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരിക്കാനൊരുങ്ങുന്നത്. KPCC പട്ടിക പ്രകാരം അരൂരിൽ സിനിമാ നടൻ സിദ്ദീഖ് മത്സരിക്കാനെത്തുമെന്ന വാർത്തകൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. KPCC സെക്രട്ടറി അബ്ദുൽ ഗഫൂർ ഹാജി, ഒരു കാരണവശാലും പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ ആരും ശ്രമിച്ചായിട്ട് എൻ്റെ ശ്രദ്ധ വന്നിട്ടില്ല. സിദ്ദീഖിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. VM സുധീറിനെ പോലെ ഒരാൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കുന്നത്രയും കാലം 100% പൊളിറ്റിക്കൽ മണ്ഡലമായ അരൂർ നിയോജക മണ്ഡലത്തിൽ ഒരിക്കലും ഇതുപോലുള്ള സിനിമാ താരത്തെ വെച്ച് പരീക്ഷിക്കാൻ VM സുധീരൻ തയ്യാറാകില്ലെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കുട്ടനാട് സീറ്റ് കോൺഗ്രസിന് വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ കുട്ടനാട് വിട്ടുതരില്ല എന്ന് KM മാണി തന്നെ നിലപാട് വ്യക്തമാക്കിയതോടെ ഈ സാധ്യതയും മങ്ങി. തീർച്ചയായിട്ടും കേരള കോൺഗ്രസിൻ്റെ ശക്തി മേഖലയാണ് ആ കുട്ടനാട് സീറ്റ്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ പരമ്പരാഗതമായി കുട്ടനാട് കേരള കോൺഗ്രസിൻ്റെ ഒരു മേഖലയാണ്. ഇത്തവണ ജനകീയരായ സ്ഥാനാർത്ഥികൾ വന്നില്ലെങ്കിൽ ജില്ലയിലെ UDFന്റെ സ്ഥിതി പഴയതിലും താഴെ പോകാൻ സാധ്യതയുള്ളതായാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തരായ സ്ഥാനാർത്ഥികളെ മണ്ഡലത്തിൽ നിലനിർത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും നാളെയും AKG സെന്ററിൽ ചേരും. 13-ന് സംസ്ഥാന കമ്മിറ്റിയും യോഗം ചേരും. ജില്ലാ കമ്മിറ്റികൾ നൽകിയ പട്ടിക പരിശോധിച്ച സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ധാരണ ഉറപ്പാക്കും. പ്രസ്തുത പട്ടിക വീണ്ടും ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ചു നൽകി. 16-ന് സെക്രട്ടേറിയറ്റ് ചേർന്ന് അന്തിമ രൂപം നൽകും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് തുടങ്ങിയവർ പങ്കെടുക്കും. പ്രായപൂർത്തിയാകാത്ത മകൻ ഔദ്യോഗിക വാഹനം ഓടിച്ച സംഭവത്തിൽ IG സുരേഷ് രാജ് പുരോഹിതിനെതിരെ അന്വേഷണം അട്ടിമറിച്ചു. അന്വേഷണം പ്രഖ്യാപിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടും ആഭ്യന്തര വകുപ്പ് ഉത്തരവിറങ്ങിയില്ല. IG-യുടെ മകൻ വാഹനം ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, വിവരങ്ങൾ.
സൗമ്യ, പോലീസ് അക്കാദമി ഐ ജി ആയിട്ടുള്ള സുരേഷ് രാജ് പുരോഹിതിന്റെ പ്രായപൂർത്തിയാകാത്ത മകൻ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം കീഴുദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയിൽ യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ ഉള്ള വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വരികയും മാധ്യമങ്ങളിലൂടെ അവ പുറത്തു വരികയും എല്ലാം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. ആ സമയത്ത് ആഭ്യന്തരമന്ത്രി ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണമുണ്ടായി 2 ആഴ്ച പിന്നിടുമ്പോഴും യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഐ ജിക്കെതിരെ കേസെടുക്കാനോ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ അന്വേഷണം നടത്താനായി യാതൊരുവിധ ഉത്തരവുകളും ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഐ ജിയെ സംരക്ഷിക്കാനായി സർക്കാർ ശ്രമിക്കുന്നു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ ഐ ജിയുടെ പ്ലസ് 2 വിദ്യാർത്ഥിയായ ഐ ജിയുടെ മകൻ മിക്കവാറും ദിവസങ്ങളിൽ അക്കാദമിക്കുള്ളിൽ എത്തി പോലീസ് ഐ ജിയുടെ ഔദ്യോഗിക വാഹനം ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതിനുശേഷം ഈ വാർത്തകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി സ്വദേശി സമർപ്പിച്ച ഹർജിയിൽ തൃശൂർ വിജിലൻസ് കോടതി ഐ ജിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ആഭ്യന്തര വകുപ്പ് ഐ ജി സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സൗമ്യ, 9,000 കോടിയുമായി മുങ്ങിയ വ്യവസായി വിജയ് മല്യ വിശദീകരണവുമായി രംഗത്തെത്തി. ട്വിറ്ററിലൂടെയാണ് വിശദീകരണം. താൻ മുങ്ങിയതല്ല എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, ഇപ്പോൾ ആദ്യ പ്രതികരണവുമായാണ് വിജയ് മല്യ രംഗത്തെത്തിയിരിക്കുന്നത്. താൻ ഒരു അന്താരാഷ്ട്ര ബിസിനസ്സുകാരനാണ്. ബിസിനസ് ആവശ്യങ്ങളുടെ ഭാഗമായാണ് താൻ ലണ്ടനിലേക്ക് പോയതെന്നും ഈ ലണ്ടനിലേക്ക് പോകുന്ന കാര്യം 2 മാസം മുമ്പേ തന്നെ പൊതുസമൂഹത്തിന് മുമ്പാകെ അറിയിച്ചിരുന്നതാണ്. അല്ലാതെ നിയമവ്യവസ്ഥകളിൽ നിന്നും മറ്റും ഒളിച്ചോടിയതല്ല എന്നും കൂടിയാണ് വിജയ് മല്യ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല വിജയ് മല്യ ഇക്കാര്യം വ്യക്തമാക്കുമ്പോൾ തന്നെ 2 മാസം മുമ്പ് താൻ ഈ ലണ്ടനിലേക്ക് പോകുമ്പോൾ തന്നെ തന്റെ ചില ബിസിനസ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ബിസിനസ് ആവശ്യങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് പോയത്. അല്ലാതെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥകളെ ബാധിക്കുന്നു, മാധ്യമ വിചാരണ മാത്രമാണ് തനിക്കെതിരെ നടക്കുന്നതെന്നും ഈ മാധ്യമങ്ങൾ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമക്കുകയാണ് എന്നും മറ്റും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് വിജയ് മല്യ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ലണ്ടനിലെ ഹൈക്കമ്മീഷണർ മുഖാന്തരവും ഒപ്പം രാജ്യസഭ എം പി ആയതിനാൽ തന്നെ എം പിയുടെ ഔദ്യോഗിക ഇമെയിൽ വിലാസം വഴിയും സുപ്രീം കോടതി നിലവിൽ 2 ആഴ്ചക്കകം ഹാജരാകണമെന്നൊരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ നോട്ടീസിൽ ഇരിക്കാനാകുമോ വിജയ് മല്യയ്ക്ക് എന്ന കാര്യം വ്യക്തമല്ല. എന്നാൽ കോടതിയിൽ ഹാജരാകുമോ എന്നത് സംബന്ധിച്ചുള്ള യാതൊരു വ്യക്തതയും മല്യ വരുത്തിയിട്ടുമില്ല. നിലവിൽ ഇനി വിജയ് മല്യ 2 ആഴ്ചക്കകം സുപ്രീം കോടതി മുമ്പാകെ ഹാജരാകുമോ എന്ന കാര്യം തന്നെയാകും ഇനി ശ്രദ്ധേയമായത്. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. താൻ മുങ്ങിയതല്ല, ബിസിനസ് ആവശ്യങ്ങൾക്കായി പോയതാണ് എന്നാണ് വിജയ് മല്യയുടെ ട്വീറ്റ്. വിവാദങ്ങൾക്കിടെ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടിപ്പിക്കുന്ന ലോക സാംസ്കാരികോത്സവം ഇന്ന് ദില്ലിയിൽ തുടങ്ങും. അതേസമയം പരിപാടി നടത്തണമെങ്കിൽ വൈകുന്നേരം 4 മണിക്കുള്ളിൽ 5 കോടി പിഴ അടയ്ക്കണമെന്ന് ട്രിബ്യൂണൽ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. ജയിലിൽ പോയാലും പിഴ അടക്കില്ല എന്നാണ് ശ്രീ രവിശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത്. വൈകുന്നേരം 5 മണിക്കാണ് ആർട്ട് ഓഫ് ലിവിംഗ് സാംസ്കാരിക ഉത്സവത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടകൻ. ഉദ്ഘാടനത്തിന് മുമ്പ് 5 കോടി രൂപ പിഴയടക്കണമെന്നാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. എന്നാൽ പിഴയടക്കില്ലെന്നും ജയിലിൽ പോകാൻ തയ്യാറാണെന്നും ശ്രീ രവിശങ്കർ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ട്രൈബ്യൂണൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് നിർണായകം. മുതിർന്ന BJP നേതാവ് LK അദ്വാനി, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ചടങ്ങിൽ നിന്ന് മുഖ്യാതിഥിയായിരുന്ന സിംബാബ്വെ പ്രസിഡന്റ് റോബർട്ട് മുഗാബെ പിന്മാറിയിരുന്നു. രാഷ്ട്രപതി പ്രണബ് മുഖർജിയും സമ്മേളനത്തിൽ നിന്ന് പിന്മാറി. പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന ഒന്നും ചെയ്തില്ലെന്നും അനുമതി നിഷേധിച്ചാൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും BJP MPയും ആർട്ട് ഓഫ് ലിവിംഗ് പ്രവർത്തകനുമായ മഹേഷ് ഗിരി വ്യക്തമാക്കിയിട്ടുണ്ട്. യമുന നദീതീരം നിരപ്പാക്കിയും കൃഷിയിടം നശിപ്പിച്ചുമാണ് വേദി നിർമ്മിച്ചത്. ആർട്ട് ഓഫ് ലിവിംഗ് പരിപാടിക്കായി ഇന്ത്യൻ ആർമി തന്നെ യമുന നദിക്ക് കുറുകെ നിർമ്മിച്ചു നൽകിയ പാലമാണിത്. സ്വകാര്യ ചടങ്ങിനായി ഇന്ത്യൻ സൈന്യത്തെ വിട്ടു നൽകിയതോടുകൂടിയാണ് പ്രതിരോധ മന്ത്രാലയം വിവാദങ്ങളിൽ സ്ഥാനം പിടിച്ചത്. സമ്മേളനത്തിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2.5 കോടി രൂപ നൽകുകയും ചെയ്തിരുന്നു. കർഷകരെ പൂർണ്ണമായി സ്ഥലത്ത് നിന്ന് കുടിയൊഴിപ്പിച്ചു. ഇതിനെതിരെയുള്ള കർഷകരുടെ അനിശ്ചിതകാല നിരാഹാര സമരം വേദിക്ക് സമീപം തുടരുകയാണ്. ഇതിനിടെയാണ് യമുന നദീതീരം നിരപ്പാക്കിയുള്ള ആർട്ട് ഓഫ് ലിവിംഗിന്റെ 35ാം വാർഷിക ദിനാഘോഷത്തിനായി അരങ്ങൊരുങ്ങുന്നത്. മനു ശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.
കോടതിയലക്ഷ്യ കേസിൽ മന്ത്രി കെ.സി. ജോസഫ് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാകണമെന്ന് മന്ത്രി കോടതിയോട് അപേക്ഷിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് 12:30 ഹാജരാകാൻ കോടതി ഉത്തരവിട്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരെ മന്ത്രി കെ.സി. ജോസഫ് നടത്തിയ പ്രസ്താവന കോടതി അലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി വി. ശിവൻകുട്ടി MLA ആണ് ഹർജി സമർപ്പിച്ചിരുന്നത്. ഇമേജിംഗ് ഐടിയും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും ഒന്നാം നിരയിലുള്ള റിക്കോ കേരളത്തിൽ തങ്ങളുടെ ഉൽപ്പന്ന ശ്രേണി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു. നിലവിൽ 14 ഉൽപ്പന്ന സേവന വ്യാപാരി വഴിയാണ് റിക്കോ കേരളത്തിൽ തങ്ങളുടെ വ്യവസായം നടത്തുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1700 കോടിയിലധികം രൂപയുടെ വരുമാനം റിക്കോയ്ക്ക് ലഭിച്ചതായി റിക്കോ CEO മനോജ് കുമാർ പറഞ്ഞു. പുതിയ സാമ്പത്തിക വർഷത്തിൽ 300 കോടി രൂപയുടെ വരുമാനമാണ് കമ്പനി ലക്ഷ്യം വെക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രിന്റർ, ഫോട്ടോ കോപ്പി മെഷീൻ, ഫാക്സ് മെഷീൻ, പ്രൊജക്ടർ, ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളാണ് റിക്കോ വിപണിയിൽ ഇറക്കിയിട്ടുള്ളത്.